ടിവിയിൽ വാർത്താ ചാനൽ കാണുമ്പോൾ വലിയ ശബ്ദത്തിലുള്ള ചർച്ചകളും തർക്കങ്ങളും കണ്ട് എപ്പോഴും മടുപ്പ് തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ചാനൽ മോശമാണോ നല്ലതാണെന്ന് പറയുന്നത് വ്യക്തിപരമാണ്. പക്ഷേ മാധ്യമങ്ങൾ വാർത്തകളെ എങ്ങനെയാണ് ബിസിനസ് ആക്കി മാറ്റുന്നതെന്ന് വ്യക്തമാക്കുന്ന വലിയ റിസർച്ചുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വെറും വാർത്തകൾ തരുന്നതിന് പകരം നമ്മുടെ ഉള്ളിൽ ദേഷ്യവും ആകാംക്ഷയും ജനിപ്പിച്ച് റേറ്റിംഗ് കൂട്ടുന്ന വലിയൊരു അറ്റൻഷൻ ഇക്കോണമി ഇതിന് പിന്നിലുണ്ട്. എന്താണ് ഇതിന്റെ യഥാർത്ഥ വിവരങ്ങൾ? ഇതാ വെറും ഒരു മിനിറ്റ്. ഇതിനെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര പഠനങ്ങളിലെ പ്രധാന വിവരങ്ങൾ ഇതാണ്. റോയിറ്റേഴ്സ് റിപ്പോർട്ട് 2026. ലോക പ്രശസ്തമായ റോയിറ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിജിറ്റൽ ന്യൂസ് റിപ്പോർട്ട് 2026 പ്രകാരം ഇന്ത്യയിലെ വാർത്താ വിശ്വാസ്യത വെറും 39% കുറഞ്ഞിട്ടുണ്ട്. അമിതമായ സെൻസേഷനലിസം, ക്ലിക്ക് ബൈറ്റുകളുമാണ് ഇതിന് കാരണം. രണ്ടാമത്തത്, മലയാളം ചാനലുകളുടെ രീതികൾ. കേരളത്തിലെ മാധ്യമ പഠനം വ്യക്തമാക്കുന്നത് ഇവിടുത്തെ ചാനലുകൾ നുണ പറയുകയല്ല ചെയ്യുന്നത്, പകരം വാർത്തകളെ വളച്ചൊടിക്കുകയാണ്. അതാണ് സെലക്ടീവ് ഫ്രെയിമിംഗ്. ചെറിയ വ്യക്തിപരമായ തർക്കങ്ങളോ സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങളോ എടുത്ത് മണിക്കൂറുകളോളം ലൈവ് ചർച്ചകൾ നടത്തി ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന രീതിയാണിത്. മൂന്നാമത്തത്, വിശ്വാസ്യതയുള്ള മാധ്യമങ്ങൾ. പരസ്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കാത്ത ദൂരദർശൻ പോലുള്ള പബ്ലിക് ബ്രോഡ്കാസ്റ്റുകളും ചില സ്വതന്ത്ര ഡിജിറ്റൽ മാധ്യമങ്ങളാണ് ഇത്തരം റേറ്റിംഗ് മത്സരങ്ങളിൽ പെടാത്തത് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. മാധ്യമങ്ങൾ നമുക്ക് തരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളല്ല, മറിച്ച് നമ്മുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അടുത്ത തവണ ടിവിയിൽ ഒരു വലിയ ബഹളം കാണുമ്പോൾ അത് നിങ്ങളെ വിവരമുള്ളവരാക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് അവരുടെ പരസ്യ വരുമാനം കൂട്ടാൻ വേണ്ടിയുള്ള ബിസിനസ് ബുദ്ധിയാണെന്ന് ഓർക്കുക. സ്റ്റേ ലോജിക്കൽ. ബൈ.